ഓക്കെ വാടി വന്നിട്ടുണ്ട്. ഇത് കൂടുതൽ വാടരുത്, ഇത്രയും വാടാവും. ഇനി നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് ചേർത്തങ്ങിടുവാണേ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മുളക് പൊടിയൊന്നും കരിഞ്ഞു പോകരുത്, നന്നായിട്ട് ഇളക്കണം. നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ചെറിയ വെച്ച് തക്കാളി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു. നമ്മുടെ സാധനങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി വെന്തു, ചെറിയ ഉള്ളി വെന്തു, പച്ചമുളക് എല്ലാം ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ തേങ്ങാപ്പാൽ 1 ഗ്ലാസ് പാലാണ് ഞാൻ ഒഴിച്ചത്. ഞാൻ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കേട്ടോ, ലൂസാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുടംപുളി, ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. നല്ല തിള വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഞണ്ടോട്ടനെ ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. ഇനി നമുക്കിത് വേവിക്കാം.